പക്കാവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെന്ന് വെച്ചാൽ 5 കപ്പ് അരിപ്പൊടിക്ക് 5 കപ്പ് കടലമാവ് എന്നാണ് അതിൻ്റെ റേഷ്യോ. അതനുസരിച്ച് എടുത്തിട്ട് മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കണം. എത്ര സാധനമുണ്ടോ അതിനനുസരിച്ചുള്ള ആവശ്യത്തിന് ചേർക്കണം. ബാക്കി മുളക് പൊടി 6 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇതാക്കാനുള്ള ഇത്. പിന്നെ നല്ലെണ്ണ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാം ഓയിൽ, എന്താണോ റിഫൈൻഡ് ഓയിൽ ഏത് വേണോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കായപ്പൊടി പ്രത്യേകമാകും, മുളക് പൊടി പ്രത്യേകമായി പോവും. ചായക്കടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്നാക്സാണ് പക്കാവടയാണ് ഉണ്ടാക്കുന്നത്. അതിന് മുളക് പൊടി, അരിപ്പൊടി, കായപ്പൊടി, ഉപ്പ് പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കണം. നല്ല പ്രസ് ചെയ്ത് നല്ലവണ്ണം കുഴച്ച് ചപ്പാത്തി പരുവത്തിനേക്കാളും അല്പം കൂടെ ലൂസായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം പക്കാവട ഉണ്ടാക്കാൻ. എന്നിട്ട് നമ്മുടെ പക്കാവടയുടെ ചില്ലെടുത്തിട്ടും സേവനാഴിക്കകത്ത് മാവ് നിറച്ച്, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും എൻ്റെ ചെറിയ ഒരു വീഡിയോ എല്ലാവരും കാണണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടിടുകയാണ്. എണ്ണ ചൂടാക്കാൻ വെച്ച് ചീനിച്ചട്ടിയിൽ എണ്ണ നല്ലവണ്ണം ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരല്പം എടുത്തിട്ട് നോക്കണം. തിളച്ച് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ എണ്ണ പരുവായി എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം പിഴിഞ്ഞൊഴിക്കാനായിട്ട്. നമ്മുടെ പക്കാവട എണ്ണയിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞു. 5 മിനിറ്റ് ഇളക്കാതെ അങ്ങനെ ഇട്ടേക്കണം. ഇട്ടിട്ട് വേണം തിരിച്ചിടേണ്ടത്. മറിച്ചിട്ട് ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വശം മറിച്ചിട്ട് പെട്ടെന്നാകുന്ന സ്നാക്സാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണിത്. കഴിക്കാൻ ടേസ്റ്റുമാണ്. ചായയുടെ കൂടെ ആയാലും കട്ടൻ ചായയുടെ കൂടെ ആയാലും എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. രണ്ട് 3 പ്രാവശ്യം മറിച്ചിട്ടിട്ട് അതിന് കോരിയെടുക്കാമെന്നുള്ളത്. അത്രയ്ക്കുള്ള സമയം മതി അത് വെന്ത് കിട്ടാനായിട്ടും. കട്ട് ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണയിൽ തിളച്ചിടക്കണ എണ്ണയാണ്. കൈ സൂക്ഷിച്ചോണം, കൈ കൊള്ളാതെ. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്പം പൊക്കി വെച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ കൈ കൊള്ളില്ല. എണ്ണ മറിച്ചിട്ട്
നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? ഇത്രയും നല്ല മുരുമുരായിട്ടുണ്ടാക്കിയെടുക്കാം നമുക്ക്. അത് ചേർക്കുന്ന മുളക് പൊടിയും അരിപ്പൊടിയും കടലമാവും ചേർക്കുന്ന രീതി അനുസരിച്ചാണ്. പ്രത്യേകിച്ചും കടലമാവും അരിപ്പൊടി അത് സമം ചേർത്താൽ മാത്രമേ ഇത്ര സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ? മുരുമുരായിട്ട് പല്ലിന് സ്ട്രെയിൻ കൊടുക്കാതെ തന്നെ നമുക്ക് ചവച്ച് എടുക്കാൻ പറ്റും. അരിപ്പൊടി കൂടിപ്പോയാലും ഭയങ്കര ഹാർഡായിരിക്കും. അതുകൊണ്ട് സമം ചേർക്കണം. അരിപ്പൊടിയും കടലമാവും പാകത്തിന് സമം ചേർക്കണം. അതാണ് ആ കറക്റ്റ് മുരുമുരിപ്പ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ പക്കാവട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കഴിക്കാനും നല്ല ഈസിയാണ്, നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല ടേസ്റ്റ്, നന്നായിട്ടുണ്ട്.